കാലുകുത്തിയാൽ മരണമുറപ്പ്. മനുഷ്യർ പോകാൻ ഭയക്കുന്ന ലോകത്തെ ഏറ്റവും അപകടം നിറഞ്ഞ സ്ഥലങ്ങളിൽ ഒന്ന്. അതാണ് ബ്രസീലിലെ നിഗൂഢമായ സ്നേക്ക് ഐലൻഡ്. ഏകദേശം 110 ഏക്കർ വിസ്തീർണമുള്ള ഒരു വിചിത്ര ദ്വീപ്. ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾക്കും ഗവേഷകർക്കും ഒരുപോലെ കൗതുകവും ഭയവും ഉണ്ടാക്കുന്ന ഇടം. ലോകത്തെ മിക്ക രാജ്യങ്ങളിലും പാമ്പുകൾ കാണപ്പെടാറുണ്ട്. എന്നാൽ പാമ്പുകൾ അധിവാസമുറപ്പിച്ചിരിക്കുന്ന അവരുടേത് മാത്രമായ ഒരു പ്രത്യേക ആവാസ മേഖലയാണ് ഇവിടെയുള്ളത്. ബ്രസീലിലെ പ്രധാന നഗരങ്ങളിലൊന്നായ സാവോ പോളിൽ നിന്ന് ഏകദേശം 120 കിലോമീറ്ററോളം അകലെയാണ് ഇലഡ കൊയ്മഡ ഗ്രാൻഡ എന്നും അറിയപ്പെടുന്ന സ്നേക്ക് ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 110 ഏക്കർ വിസ്തീർണമാണ് ഈ വിചിത്ര ദ്വീപിനുള്ളത്. വംശനാശ ഭീഷണി നേരിടുന്ന ഗോൾഡൻ ലാൻസ് ഹെഡ് എന്ന അപൂർവ ഇനത്തിൽപ്പെട്ട ആയിരക്കണക്കിന് പാമ്പുകളാണ് ഇവിടെയുള്ളത്. ഈ ദ്വീപിനെ സംബന്ധിച്ച് പേടിപ്പിക്കുന്ന ചില കഥകൾ ബ്രസീലിലെ പ്രദേശവാസികൾക്കിടയിൽ വ്യാപകമായി പ്രചാരത്തിലുണ്ട്. നിധി സംരക്ഷിക്കാനായി കടൽ കൊള്ളക്കാരാണ് ഈ പാമ്പുകളെ ഇവിടെ എത്തിച്ചത് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. എന്നാൽ ഇതെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണെന്നും ഇതിൽ യാഥാർത്ഥ്യമൊന്നുമില്ലെന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നുമുണ്ട്. ഏകദേശം 11,000 വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലെ ആദിമ ഹിമയുഗ കാലഘട്ടങ്ങളോടനുബന്ധിച്ച് ജലനിരപ്പ് ഉയർന്നു വന്നതോടെയാണ് ഈ പാമ്പുകൾ ദ്വീപിൽ അകപ്പെട്ടതെന്നാണ് നിഗമനം. തെക്കേ അമേരിക്കൻ വൻകരയിൽ ജീവിക്കുന്ന മറ്റു പാമ്പുകളെ അപേക്ഷിച്ച് ഇവയിൽ ശ്രദ്ധേയമായ പരിണാമപരമായ മാറ്റങ്ങൾ പ്രകടമായിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ദ്വീപിൽ അകപ്പെട്ട പാമ്പുകൾക്ക് സ്വാഭാവികമായ വേട്ടക്കാരാരുമില്ലാത്തതിനാൽ ഇവയുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചു. എന്നാൽ വേട്ടക്കാരാരുമില്ലാത്തതുപോലെ തന്നെ സ്വാഭാവികമായ ഇരകളും ഇവയ്ക്ക് ഈ ദ്വീപിൽ ലഭ്യമായിരുന്നില്ല. ദ്വീപിലേക്ക് എത്തുന്ന ദേശാടന പക്ഷികളായിരുന്നു ഇവയുടെ പ്രധാന ഇരകൾ. ചരിത്രപരമായി നോക്കിയാൽ 1909 മുതൽ 1920 വരെയുള്ള കാലയളവിൽ ഇവിടെ ചെറിയ തോതിൽ മനുഷ്യവാസമുണ്ടായിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ദ്വീപിൽ സ്ഥാപിച്ചിരുന്ന ഒരു ലൈറ്റ് ഹൗസിന്റെ നിയന്ത്രണത്തിനായുള്ള ജീവനക്കാരായിരുന്നു ഇവർ. എന്നാൽ ലൈറ്റ് ഹൗസ് പൂർണ്ണമായും ഓട്ടോമാറ്റിക് സംവിധാനത്തിലേക്ക് പ്രവർത്തിപ്പിക്കുവാൻ തുടങ്ങി. ആളുകൾ ഇവിടെ നിന്ന് വിട്ടകലുകയും ചെയ്തു. നിലവിൽ ഈ ദ്വീപിലേക്ക് പൊതുജനങ്ങൾ പ്രവേശിക്കുന്നത് ബ്രസീലിയൻ സർക്കാർ പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട്. ബ്രസീലിയൻ നേവിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഈ ദ്വീപ് പ്രവർത്തിക്കുന്നത്. അവരുടെ പ്രത്യേക അനുമതിയുള്ള ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും മാത്രമാണ് ഇവിടം സന്ദർശിക്കുവാൻ അനുവാദമുള്ളത്. എന്നാൽ ഇങ്ങനെ പോകുമ്പോൾ സംഘത്തിൽ നിർബന്ധമായും ഒരു ഡോക്ടർ കൂടി വേണമെന്ന കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിപണിയിൽ വലിയ വിലയുള്ള പാമ്പുകളാണ് ഗോൾഡൻ ലാൻസ് ഹെഡ്. ഒരു പാമ്പിന് രാജ്യാന്തര വിപണിയിൽ 7 ലക്ഷം മുതൽ 21 ലക്ഷം രൂപ വരെയാണ് വില. ഈ സാമ്പത്തിക ലാഭം മുതലെടുക്കുവാനായി കൊടും കുറ്റവാളികളും കള്ളക്കടത്തുകാരും ദ്വീപിൽ രഹസ്യമായി എത്താറുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഗോൾഡൻ ലാൻസ് ഹെഡിനെ കൂടാതെ ഡീപ്സാസ് ആൽബിഫ്രോൺസ് എന്ന വിഷമില്ലാത്ത മറ്റൊരു പാമ്പിനവും ഇവിടെ അധിവസിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. എങ്കിലും ദ്വീപിന്റെ ഭീകരതയും സവിശേഷതയും നിലനിർത്തുന്നത് ഗോൾഡൻ ലാൻസ് ഹെഡ് എന്ന ഉഗ്രവിഷമുള്ള പാമ്പുകളുടെ സാന്നിധ്യമാണ്.